പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ ഒരു മാസം എടുക്കുന്നു. ചന്ദ്രൻ 2.25 ദിവസം. എപ്പോഴും മാസത്തിൽ പകുതി ദിനത്തിലും സൂര്യൻ മൗഢ്യം കൊടുക്കുന്ന ഗ്രഹമായ ബുധൻ ഒരു രാശിയിൽ നിന്നും പ്രായണ സഞ്ചരിക്കുമ്പോൾ 1 മാസം മുതൽ 2 മാസം വരെ സമയമെടുക്കുന്നു. വളരെ വിശദമായി ബുധൻ്റെ രാശിചാരം, കർക്കിടകത്തിലേക്കുള്ള സഞ്ചാരം ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്തു. ഇപ്പോൾ ശത്രുക്ഷേത്രമായ കർക്കിടകത്തിൽ നിന്നും ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചിങ്ങം സൂര്യൻ്റെ ക്ഷേത്രമാകുന്നു. സൂര്യന് ബുധൻ സമനാകുന്നു, തുല്യനാകുന്നു. ശത്രു മന്ദസിതൗ സമ ശശിസുത. സമനാകുന്നു സൂര്യന് ബുധൻ. പക്ഷെ ബുധനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ തൻ്റെ ബന്ധുവാകുന്നു, സുഹൃത്താകുന്നു. ജ്യോതിശാസ്ത്രത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഗ്രഹമാകുന്നു ബുധൻ. എപ്പോഴാണ് ബുധൻ്റെ രാശിചാരം സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം. 1799 കർക്കിടക മാസം 4-ന്, അതായത് 2024 ജൂലൈ 19 വെള്ളിയാഴ്ച രാത്രി 8:45 ഇന്ത്യൻ സമയം ബുധൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കേവലം 23 ദിവസം മാത്രമാണ് ബുധൻ്റെ പ്രവേശന കാലം. എങ്കിലും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്ത് ഫലങ്ങൾ നൽകുവാനുള്ള വിശേഷ സിദ്ധികളുണ്ട്. സൂര്യനും ചൊവ്വയും തങ്ങളുടെ ദശാപഹാരങ്ങളിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ചന്ദ്രനും ശനിയും അവസാന കാലത്തും ഫലം ചെയ്യുന്നു. പക്ഷേ ബുധനെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ബുധ ഫലതസ്തു സർവദാ, എപ്പോഴും ഫലം ചെയ്യുന്നു ബുധൻ. അതുകൊണ്ടാണ് പലപ്പോഴും പെട്ടെന്നൊരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നത്, യാത്രാ സൗഭാഗ്യം വരുന്നത്, വിവാഹ കർമ്മങ്ങൾ നടക്കുന്നത്. അതിനാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ജ്യോതിഷത്തിൽ എന്ന ഒരു പ്രത്യേകത ബുധനുണ്ട്. ഈ ചിങ്ങരാശിയിൽ നിൽക്കുന്ന ബുധൻ ധാരാളം ഗുണഫലങ്ങൾ ചെയ്യും. ഏതെല്ലാം രാശിക്കാർക്കാണ് ബുധൻ്റെ ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കണം. ഇവിടെ ചിങ്ങത്തിൽ വരുന്ന ബുധൻ്റെ ആശ്രയ ഫലം അത്ര ശുഭമല്ല. സ്ത്രീദേഷ്യോ വിധന സുഖാത്മജ അടനോജ്ഞ സ്ത്രീലോല സുപരിഭവ അർക്കരാശികേ ജ്ഞേ. ബുധൻ അർക്കരാശികേ ചിങ്ങൻ രാശിയിൽ വരുമ്പോൾ, സൂര്യൻ്റെ രാശിയിൽ വരുമ്പോൾ സ്ത്രീദ്വേഷ ഭവതി. സ്ത്രീഭിः ദ്വേഷ്ടും യോഗ്യ. സ്ത്രീകളാൽ വെറുക്കപ്പെടുവാൻ സാധ്യതയുള്ളവനായി തീരുന്നു എന്നാണ് ഈ വാക്കിനർത്ഥം. വിധന സുഖ ആത്മജ. വിഗതം ധനം സുഖം ആത്മജ യസ്മാത് സഹ. ഇദ്ദേഹത്തിന് ധനത്തിൽ നിന്നും സുഖത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും വിഗത മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്നു. ധനം കുറയുന്നു, സുഖം കുറയുന്നു, മക്കൾ അകന്നു നിൽക്കുന്നൊരവസ്ഥ സംജാതമാകുന്നു. അടനഹ സഹ പരിഭ്രമണശീല ഭവതി. അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സഹ അജ്ഞഃ ഭവതി ന ജ്ഞായതേ ഇതി അജ്ഞഃ. അദ്ദേഹത്തിന് അറിവുണ്ടാകുന്നില്ല. പല കാര്യത്തിലും തൻ്റെ ബൗദ്ധിക തലത്തിൽ ചിന്തിക്കുവാനുള്ള ഒരു ശക്തി ഈ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധന് നഷ്ടപ്പെടുന്നു. സ്ത്രീലോലഹ സഹ സ്ത്രീഷു ലോലഹ ഭവതി. ഇയാൾ സ്ത്രീകളിൽ ലോലത്വം, ബലഹീനത പ്രകടിപ്പിക്കുന്നു. സുപരിഭവ സഹ സമ്യക് പരിഭവ ഭവതി. അയാൾ എല്ലായ്പ്പോഴും പരിഭവത്തോടു കൂടിയിരിക്കുന്നു, സംതൃപ്തിയില്ല അദ്ദേഹത്തിന്. ഇങ്ങനെയൊക്കെയാണ് ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ്റെ ആശ്രയ ഫലം. ബുധനെ കൊണ്ട് ലോകത്തിൽ ആയിരക്കണക്കിന് കാരക ധർമ്മങ്ങൾ, വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫലദീപികയിൽ 2-ാം സർഗത്തിൽ 4-ാം ശ്ലോകത്തിൽ സവിസ്തരം മന്ത്രേശ്വരൻ വിശദീകരിച്ചിട്ടുണ്ട്. പാണ്ഡിത്യം സുവചനം കലാസു നിപുണതാം വിദ്വസ്തുതിം മാതുലം
വാക്ചാതുര്യം ഉപാസനാദി പടുതാം വിദ്യാസു യുക്തിം മതിം യജ്ഞം വൈഷ്ണവ കർമ്മ സത്യവചനം ശുക്തിം വിഹാരസ്ഥലം ശില്പം ബാന്ധവ യൗവരാജ്യ സുഹൃദ തദ്ഭാഗിനേയം ബുധാത്. ഈ കാരകധർമ്മപ്രകാരം ബുധനിലൂടെയാണ് നാം മാതുലൻ അമ്മാവനെയും അമ്മായിയെയും മരുമക്കളെയും ഒക്കെ ചിന്തിക്കേണ്ടത്. കാളിദാസർ തൻ്റെ ഉത്തരകാലാമൃതത്തിൽ സവിസ്തരം ബുധൻ്റെ ഈ കാരകധർമ്മങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. വിദ്യയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഭാഷാ പഠനം, ഭാഷാ പാണ്ഡിത്യം, ഭാഷാ പണ്ഡിതൻ, തർജിമ, വിവർത്തകൻ, വ്യാകരണം, ഗണിതം, ലൈബ്രറി, അധ്യാപകൻ, പ്രവാചകൻ, പ്രചാരകൻ, വിഷ്ണുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം തുടങ്ങിയ ദശാവതാരങ്ങൾ, ഹാസ്യബുദ്ധി, ഫലിതങ്ങൾ, സംഭാഷണം, തിരക്കഥ, റേഡിയോ ജോക്കി, ജ്യോതിഷം, തന്ത്രം, താന്ത്രിക വിദ്യകൾ, മന്ത്രം, മാന്ത്രിക വിദ്യകൾ, വാസ്തു, ഗൂഢശാസ്ത്രം, ആഭിചാരങ്ങൾ, ശില്പി, ശില്പം, പച്ചനിറം, ചെസ്സ്, ക്യാരംസ്, ചൂതുകളി, ലോട്ടറി, കോടതി, വ്യവഹാരം, വക്കീൽ, ശിരസ്താർ, മജിസ്ട്രേറ്റ്, മെഡിസിൻ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റേഴ്സ്, വൈദ്യം, സ്പോർട്സ്, കളിസ്ഥലം, രാജകുമാരൻ, രാജകുമാരന്മാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ, ഇതൊക്കെ ബുധൻ്റെ ആയിരക്കണക്കിന് കാരകധർമ്മങ്ങളിൽ ചിലതാകുന്നു. നാം ഇവിടെ ഇനി ചിന്തിക്കുന്നത് മേടം മുതൽ 12 രാശിക്കാർക്കും ഈ ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭങ്ങളെ നൽകുന്നു എന്ന വിഷയമാകുന്നു. ബുധൻ അനിഷ്ടസ്ഥനായാൽ ഞേ അനിഷ്ടസ്ഥിതേതു കോപോ ഹരിയുവനിർഭയോഹോ ദുർവജ തസ്കരാർത്ഥി. ബുധൻ അനിഷ്ടസ്ഥനായി 12 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഹരിയുവനിർഭയോഹോ കോപഹ, വിഷ്ണുവിൻ്റെ കോപവും യുവനിർഭയോഹോ, രാജകുമാരൻ്റെ കോപവും ഉണ്ടാകുമെന്നാണ്. ഇന്ന് രാജാവിനേക്കാളും മന്ത്രിയേക്കാളും MLA-യേക്കാളും പ്രമാണിയേക്കാളും ശക്തരാണ് അവരുടെ മക്കൾ. അതുകൊണ്ട് പ്രിൻസ്, രാജകുമാരന്മാരുമായുള്ള ശത്രുത ബുധൻ അനിഷ്ടസ്ഥനാണെങ്കിൽ സമ്പാദിക്കുന്നതാണ്. ദുർവജഹ, തൻ്റെ വാക്കുകൊണ്ട് തനിക്ക് ധാരാളം ശത്രുത ഉണ്ടാക്കപ്പെടുന്നു. തസ്കരാർത്ഥി, കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ വളരെ കൂടുന്നു. ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലവും ഇപ്രകാരമാണ്. പാരുഷ്യശ്രമബന്ധ മാനസരുജാഹ പീഡാജ ധാതുത്രയാൽ, വാതപിത്ത കഫങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു. തന്നെ വാക്കുകൊണ്ട് പരുഷത ഉണ്ടാകുന്നു. വളരെയധികം അധ്വാനിക്കേണ്ടി വരുന്നു. ബന്ധനത്തിൽ പെടുന്നു. മാനസികമായ രോഗമുണ്ടാക്കുന്നു. ബുധൻ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ തന്നെ പാപിയായി മാറുന്നു. വളരെയധികം ശരീരത്തിനേക്കാളും മനസ്സിന് രോഗമുണ്ടാക്കുന്നു ബുധനിലൂടെ. കാരണം ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ ഓറയിൽ ബുധൻ പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് അനാഹത ചക്രമാകുന്നു, ഹൃദയചക്രമാകുന്നു. പെട്ടെന്ന് മനസ്സിൻ്റെ ബാലൻസ് തെറ്റുക എന്ന ഒരധർമ്മം പലപ്പോഴും ബുധൻ ഒരു ജാതകത്തിൽ ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ചെയ്യുന്നതാണ്. ഇനി ബുധൻ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അശ്വഹേമ ക്ഷിതി സുഹൃത്, കുതിരകളുടെ ലാഭം, സ്വർണലാഭം, ഭൂമി ലാഭം, സുഹൃത്തുക്കളിലൂടെ സമ്പത്തുകൾ വരിക, അവനീദേവ ഗുരുവർത്ഥലാഭ, രാജാവിലൂടെയും ബ്രാഹ്മണന്മാരിലൂടെയും ഗുരുക്കന്മാരിലൂടെയും തനിക്ക് ധനം ലഭിക്കുക, അർത്ഥൗ ദൗത്യാച്ച ശില്പേരവി, ശില്പവേലകളിലൂടെയും ദൗത്യ മധ്യസ്ഥൻ, ഉടമ്പടി, ബ്രോക്കറേജ്, ഇതിലൂടെയും ധാരാളം ധനം ലഭിക്കുക. സ്തുതിരവി വിദുഷാം, വിദ്വാൻമാർ, പണ്ഡിതന്മാർ പുകഴ്ത്തുന്ന രീതിയിൽ അറിവിൻ്റെ മേഖലയിൽ ചക്രവാളത്തിൽ തനിക്ക് വ്യാപരിക്കുവാനുള്ള സുവർണാവസരം ലഭിക്കുക. ബുദ്ധി, ബൗദ്ധിക തലത്തിൽ വളരെയധികം അഭിവൃദ്ധിയും ഉണ്ടാക്കുന്നു. അങ്ങനെ ബുധനെ കൊണ്ട് ഈ 12 ഭാവങ്ങളിൽ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ ഇഷ്ടഭാവങ്ങളിൽ നിന്നാലുള്ള
ഫലങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. ഇനി നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ബുധൻ്റെ ഈ 23 ദിവസക്കാലം എപ്രകാരം ഗുണകരമാവും, ശുഭാശുഭങ്ങൾ ഉണ്ടാകുമെന്ന ചിന്ത. മേടം രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ഈ ബുധൻ്റെ മാറ്റം വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുന്നു. കാരണം ബുധൻ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്നു, 5ാം ഭാവം ബുദ്ധിയാകുന്നു. ഈ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ മേടം രാശിക്കാർക്ക് 6th സെൻസ്, 6ാം ഇന്ദ്രിയം, നല്ല യുക്തി കൗശലമൊക്കെ നൽകുന്നു, സമ്മാനിക്കുന്നു. അങ്ങേയറ്റം ബൗദ്ധിക തലത്തിൽ ഏർപ്പെട്ട്, അത് പഠനമായാലും ബ്രോക്കറായാലും കമ്മീഷൻ ഏജൻ്റായാലും തൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ലോജിസ്റ്റിക്സ് നിയന്ത്രിക്കുന്ന വ്യക്തിയായാലും ഷിപ്പ് അയക്കുന്ന വ്യക്തിയായാലും അദ്ദേഹത്തിന് ധാരാളം കാശ് സമ്പാദിക്കുവാനുള്ള സുവർണാവസരം ഈ 5ൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടെ ബുധൻ 3, 6 ഭാവത്തിൻ്റെ ആധിപത്യമാണ്. 5ലെ ബുധൻ സന്താന ശ്രേയസ് നൽകുകയില്ല. വയസ്സാദ്യമേ പുത്രഗർഭോ ന തിഷ്ഠേത്, ആദ്യ സന്താനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ രോഗാദ്യ അരിഷ്ടതകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിനാൽ ഗർഭിണികൾക്ക് എബോർഷൻ്റെ സമയമാകുന്നു. വളരെയധികം ഗർഭിണികൾ 23 ദിവസം ബെഡ് റെസ്റ്റ് എടുക്കേണ്ട സമയമാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൻ്റെ സന്താനങ്ങളെപ്പറ്റി മാനസികമായ സംഘർഷങ്ങളും സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയമാകുന്നു. അധോമുഖ രാശിയാകുന്നു. വിദ്യാലയങ്ങളിൽ പോകുമ്പോഴും വരുമ്പോഴും റോഡ് ക്രോസ് ചെയ്യുമ്പോഴും മക്കളെ വളരെയധികം ചിട്ടയോടുകൂടി അച്ചടക്കം പരിശീലിപ്പിക്കേണ്ട സമയമാണ്. വാഹനാപകടം സന്താനങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ്. മക്കൾ നമ്മളുടെ സമ്മതമില്ലാതെ ജലയാത്ര നടത്തുക, വെള്ളത്തിൽ പോയി ചാടുക മുതലായ സാഹസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഗുണകരമല്ല. സാമ്പത്തികമായി ലോട്ടറി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലോട്ടറി വ്യാപാരികൾക്ക്, ചൂതാട്ടക്കാർക്ക്, ഷെയർ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. ഇന്ന് മേടൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രനാകയാൽ നന്നായി ഫാർമ കമ്പനികളുടെ, മെഡിക്കൽ കമ്പനികളുടെ, ആശുപത്രികളിലൂടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം നേടാവുന്ന വാരമാകുന്നു. ബുധൻ ബ്രോക്കറാണ്, ഷെയർ മാർക്കറ്റാണ്, ട്രേഡറാണ്. സോ ദേ ക്യാൻ ട്രൈ ദർ ലക്ക് ഇൻ ദിസ് കമ്മിങ് 23 ഡേയ്സ്. അടുത്തതായി ഇടവൻ രാശി കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ ബുധൻ പ്രായണ 4ാം ഭാവത്തിൽ നിൽക്കുന്നു. 4ലെ ബുധൻ വളരെയധികം സദ്ഗുണങ്ങളെ പ്രദാനം ചെയ്യും. ഇടവൻ രാശിക്കാർക്ക് ബുധൻ 2, 5 ഭാവാധിപനാകുന്നു. 2 ധനസ്ഥാനമാകുന്നു. 5ാം ഭാവം സന്താനം ബുദ്ധിസ്ഥാനമാകുന്നു. ആ ബുധൻ നോക്കുന്നത് കർമ്മസ്ഥാനത്തേക്കാണ്, 10ാം ഭാവത്തിലേക്കാണ്. ഇവിടെ ബുധൻ ചതുർത്ഥേ ചരേ ചന്ദ്രജസ് ചാരുമിത്രോ വിശേഷാധിക ഭൂമിനാഥാം ഗണസ്യ, തൻ്റെ കർമ്മമേഖലയിൽ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നല്ലൊരു അധികാര സ്ഥാനങ്ങളിൽ വിരാജിക്കുവാനുള്ള അവസരം നൽകുന്നു. ഇദ്ദേഹം ഉപദേശിയാകുന്നു. ബുധൻ കൺസൾട്ടൻ്റ് പ്ലാനറ്റാണ്. ധാരാളം സംരംഭങ്ങളിൽ സൂക്ഷ്മമായി ബുദ്ധി ഉപദേശിക്കുക എന്ന ഒരു മഹത്തായ ധർമ്മം ബുധൻ നിർവഹിക്കുന്നു. ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാകുന്നു ബുധൻ. ഇടവൻ രാശിക്കാർ തയ്യാറെടുക്കുക, വളരെ അനുകൂലമായ സമയമാകും. നല്ല സുഹൃത്തുക്കളിലൂടെ തൻ്റെ കർമ്മത്തിലുള്ള ഒരു നല്ല ദൃഢമായ ബന്ധങ്ങൾ ചിട്ടപ്പെടുത്താൻ ബുധൻ സഹായിക്കുന്നു. ഭവേത് ലേഖകോ ലിഖ്യദേവ തദുക്തം, താൻ ലേഖകനാകുന്നു, താൻ പറയുന്നത് മറ്റുള്ളവർ എഴുതിയെടുക്കുന്നു. തദാജ്ഞാവരെ പൈതൃകം നോ ധനഞ്ജ, പൈതൃകമായ ധനത്തിനെ പറ്റി ചിന്തിക്കേണ്ടുന്ന സമയമല്ല ഇത്. അതിനാൽ ഭൂമി, പൂർവികമായ സ്വത്തുക്കൾ, ഈ വിഷയത്തിൽ ഈ സമയം 23 ദിവസം ഇടപെടേണ്ട ആവശ്യമില്ല. അടുത്തതായി മിഥുനം രാശി മകേരി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ബുധൻ നല്ല മാറ്റത്തെ പ്രദാനം ചെയ്യുന്നു. രാശ്യധിപനായ മിഥുൻ രാശിയുടെ അധിപനായ ബുധൻ നിൽക്കുന്നത് 3ാം ഭാവത്തിലാണ്. 3ാം ഭാവം ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങൾക്ക് ശുഭമാണ്. പക്ഷേ ശുഭഗ്രഹങ്ങൾക്ക്, ബുധനൊഴിച്ചുള്ള ഗ്രഹങ്ങൾക്ക്, ശുക്രനായാലും
വ്യാഴമായാലും നല്ല ഭാവമല്ല. 3-ൽ നിൽക്കുന്ന ബുധനെ പറ്റി ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളത് പ്രബലഹ എന്നാണ്. താൻ പ്രബലനാകുന്നു എന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വണിക്മിത്രത പണ്യകൃത വൃത്തിശീല വശിത്വം ധിയ ദുർവശാനാമുപൈതി. പുറം തിരിഞ്ഞിരിക്കുന്ന വ്യക്തിയെ തൻ്റെ നയത്തിലൂടെ അധീനപ്പെടുത്തുവാൻ ബുധന് കഴിയുന്നു. ബുധൻ നയത്തിൻ്റെ ഗ്രഹമാണ്. അയാളെ തൻ്റെ വശത്താക്കുവാൻ അല്ലെങ്കിൽ പരസ്പരം ഇടഞ്ഞു നിൽക്കുന്ന വ്യക്തികളെ തൻ്റെ കൂർമ്മ ബുദ്ധിയിലൂടെ അവരെ ഒരുമിപ്പിക്കുവാൻ ബുധന് കഴിയുന്നു. നല്ല വ്യാപാരികളുടെ സൗഹൃദമുണ്ടാക്കാൻ കഴിയുന്നു. പണ്യകൃത് തനിക്ക് വാങ്ങുവാനും കൊടുക്കുവാനുമുള്ള ഒരു പ്രത്യേക ടാലൻറ്റ് ഈ ബുധൻ പ്രദാനം ചെയ്യുന്നു. വിനീതോതിഭോഗം ഭജ സന്യസേദ്വ. തനിക്ക് സന്യാസയോഗം സന്യസിക്കുവാനുള്ള ആത്മീയമായ ഉണർവ്, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ബുധൻ കൈവരുത്തുന്നു. വിനീത, വളരെ വിനീതനായി വിനയാന്വിതനായി പ്രവർത്തിക്കുവാനുള്ള ഒരു കൗശലം ബുധൻ പ്രദാനം ചെയ്യുന്നു. ബുധൻ കൗശലക്കാരനാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വിനയാന്വിതനായി നിൽക്കുവാനുള്ള വൈഭവം ബുധൻ പ്രകടിപ്പിക്കുന്നു 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ. അതിഭോഗ, തനിക്കെല്ലാ ഭൗതിക സുഖങ്ങളും ലഭിക്കുന്നു. തൃതീയെ അനുജൈഹി ബാധയന്തേ ലതാവാൻ. താനൊരു വൻ വൃക്ഷമായി നിന്ന് തൻ്റെ സഹോദരങ്ങളൊക്കെ തനിക്ക് ചുറ്റും കൂടുന്നു. വള്ളിയെപ്പോലെ അവർക്ക് പടർന്ന് പന്തലിക്കുവാനുള്ള ഒരു മരമായി, താങ്ങായി, വൃക്ഷമായി ഈ ബുധൻ ഈ 23 ദിവസക്കാലം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ സഹായിക്കുവാനുള്ള, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുവാൻ, തൻ്റെ ചേട്ടൻ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന ഒരു അറിവ് അവർക്ക് ലഭിക്കുവാൻ ഈ 23 ദിവസക്കാലം പര്യാപ്തമാണ് മിഥുനം രാശിക്കാർക്ക്. ഇവിടെ മിഥുനം രാശിക്കാർക്ക് അവരുടെ കരിയർ, കർമ്മം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം വ്യാഴം ദുർബലമാണ്. വൈവാഹിക ജീവിതം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ദുർബലമാണ്. ചൊവ്വയും വ്യാഴവും കൂടിയുള്ള ആ യോഗം അത്ര നല്ലതല്ല മിഥുനം രാശിക്കാർക്ക്. പക്ഷേ ഈ ഒരു സമയം ബുധൻ, ദ മെർക്കുറി വിൽ ഡു മിറക്കിൾസ് ടു ജെമിനിയൻസ്. പ്ലീസ് വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. അനുഭവം പോസിറ്റീവായിട്ട് വരുന്ന വാരങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇനി മേടം, ഇടവം, മിഥുനം രാശിക്കാർക്ക് ചെറിയ ചെറിയ ക്ലേശങ്ങൾക്ക് പരിഹാരമായി നരസിംഹ ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട മേടം, ഇടവം, മിഥുനം രാശിക്കാർക്ക് ഈ ബുധൻ സ്വസ്ഥമായ ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും ബുധൻ നൽകുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.